വാർത്തകൾ തുടരുന്നു. കാർഷിക മേഖലയോട് മുഖം തിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് സന്ദേശം നൽകുകയാണ് നരുക്കുനി പാറന്നൂർ സ്വദേശി മോഹനൻ എന്ന കർഷകനും കുടുംബവും. നെല്ല്, കന്നുകാലി, പച്ചക്കറി കൃഷികൾക്ക് പുറമെ പട്ടുനൂൽ പുഴു വളർത്തലും ആന്തൂറിയം കൃഷിയും സജീവമാവുകയാണിവിടെ. ജോലി എന്താണെന്ന് ചോദിച്ചാൽ കർഷകനാണെന്ന് പറയാൻ മടിക്കുന്നവരാണ് പുതിയ കാലത്തുള്ളവരിൽ ഏറെയും. എന്നാൽ നരിക്കുനി പാറന്നൂർ സ്വദേശിയായ പുളിക്കൽ മോഹനൻ എന്ന 50-കാരൻ അഭിമാനത്തോടെ പറയും താനൊരു കർഷകനാണെന്ന്. നെല്ലും പച്ചക്കറിയും കന്നുകാലിയും പട്ടുനൂൽ കൃഷിയും ആന്തൂറിയവുമെല്ലാം വിജയകരമായി വിളയിച്ചെടുക്കുന്ന നെട്ടോളിത്താഴത്തെ നന്ദനം എന്ന വീട് ഇതിന് സാക്ഷ്യം പറയുന്നു. വീടിനോട് ചേർന്ന വയലിൽ നെൽകൃഷി നടത്തുന്നതിനു പുറമെ കന്നുകാലി, വളർത്തുമൃഗങ്ങൾ, ആന്തൂറിയം, പച്ചക്കറി, പട്ടുനൂൽ കൃഷി തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ കുടുംബത്തിന്റെ കാർഷിക രീതികൾ. ഇതിൽ 3 വർഷം മുമ്പ് തുടങ്ങിയ പട്ടുനൂൽ കൃഷിയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത്. പട്ടുനൂൽ പുഴുക്കൾക്ക് വേണ്ട മൾബറിയും ഇദ്ദേഹം തന്നെ സ്വന്തമായാണ് കൃഷി ചെയ്തെടുക്കുന്നത്. 1 കിലോ കൊക്കൂണിന് ഉദ്ദേശം 200 മുതൽ 250 രൂപ വരെ ലഭിക്കുന്നുവെന്നും അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ ആർക്കും കൃഷിയെ ജീവിതമാർഗമാക്കാമെന്നും മോഹനൻ പറയുന്നു. ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഇടപെടലും നരിക്കുനി കൃഷിഭവന്റെ അകമഴിഞ്ഞ സഹകരണവും തന്റെ വിജയത്തിന് പ്രചോദനമാകുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞു. കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പാരമ്പര്യമായിട്ട് കൃഷി തന്നെയാണ്. അപ്പോൾ കുറച്ചു കാലം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തിപ്പിന് ശേഷം കൃഷിയാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ എനിക്ക് നെൽകൃഷി ഉണ്ട്. ഒരു 3-4 തരം നെല്ല് ഉണ്ടാക്കുന്നുണ്ട്. കുറുവുണ്ട്, നവരുണ്ട്, പിന്നെ വേറെ പഴയ നാടൻ 2-3 ഐറ്റംസ് വേറെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ പട്ടുനൂൽ പുഴു ഇപ്പോൾ 3-ാമത്തെ വർഷമാണ്. പിന്നെ ഇപ്പോൾ ആന്തൂറിയം കൃഷിയുണ്ട്, പശുണ്ട്. മറ്റ് തൊഴിലുകൾ ഒന്നുമില്ലാതെ മുഴുവൻ സമയവും കൃഷിയിൽ ഏർപ്പെടുന്നതിന് പ്രകൃതിയും ഇദ്ദേഹത്തിനെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഭേദപ്പെട്ട നിലയിലുള്ള ജീവിതത്തിന് തന്നെ സഹായിച്ചത് കാർഷിക മേഖല തന്നെയാണെന്നും ഇദ്ദേഹം ആണയിടുന്നു. പുതിയ തലമുറക്ക് ഈ കർഷകൻ നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാൻ കഴിയുകയാണെങ്കിൽ കൃഷി കൊണ്ട് ഒരു കുടുംബം പോറ്റുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം ഇന്നത്തോളില്ല. ഏതായാലും പുതിയ തലമുറ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ സുപ്രധാന മേഖലയിൽ 100 മേനി കൊയ്ത് മുന്നേറുന്ന ഈ കർഷക കുടുംബം വലിയ മാതൃകയാകുകയാണ്. പ്രകൃതിയോട് ഇണങ്ങിക്കഴിഞ്ഞാൽ വേണ്ടതെല്ലാം പ്രകൃതി തന്നെ നൽകുമെന്ന അതിജീവനത്തിന്റെ നല്ല പാഠവും നൽകുന്നു ഈ കുടുംബം. നെട്ടോളിത്താഴത്തെ നന്ദനം എന്ന വീട്ടിൽ കാർഷിക ചർച്ചകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു കൃഷിരീതിയെക്കുറിച്ചുള്ള നിരീക്ഷണത്തിലാണ് ഈ കർഷക കുടുംബം ഇപ്പോൾ. ക്യാമറമാൻ അനൂപ് CP-ക്കൊപ്പം രാജേഷ് പറമ്പിൽ ബസാർ, സ്പൈഡർനെറ്റ് ന്യൂസ്.